ഇന്നലെയായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മലയാളി പ്രേക്ഷകരുടെ സംഗീത ലോകത്തു നിന്ന് പ്രിയപ്പെട്ട സംഗീത സംവിധായകനും ഗായകനുമൊക്കെയായ KG ജയൻ അന്തരിച്ചത്. ഇദ്ദേഹത്തിൻ്റെ വാർത്തയറിഞ്ഞപ്പോൾ എല്ലാവർക്കും ആദ്യം ഞെട്ടൽ തന്നെയായിരുന്നു. കാരണം അത്രമാത്രം നല്ലൊരു മനുഷ്യൻ. ഇദ്ദേഹത്തിന് അസുഖമായിരുന്നു എന്ന് പോലും അധികമാരും അറിഞ്ഞില്ല. 90 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഇന്ന് ഇദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി അടക്കമുള്ള താരങ്ങൾ എത്തിയ വാർത്തയാണ് പുറത്തു വരുന്നത്. അവസാനമാണ് മമ്മൂക്ക എത്തിയത്. ശരിക്കും പറഞ്ഞാൽ ചടങ്ങുകളെല്ലാം തുടങ്ങി അവസാനിക്കാറായപ്പോഴാണ് എത്തിയത്. ശ്രീനാരായണ ഗുരുദേവന്റെ ഗൃഹസ്ഥ ശിഷ്യനായിരുന്ന കോട്ടയം ചൂട്ടുവേലി കടമ്പൂത്ര മഠത്തിൽ K. ഗോപാലൻ തന്ത്രികളുടെയും PK. നാരായണി അമ്മയുടെയും മകനായി 1934 ഇദ്ദേഹത്തിന്റെ ജനനം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ആചാര സമയം ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചും അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആചാരങ്ങളെ പാലിക്കുന്നവർക്കും വേണ്ടിയുള്ള നാമമായിരുന്നു പാടിയിരുന്നത് മുഴുവൻ. ആ പാട്ടിലുടനീളം തന്നെ മമ്മൂക്കയും അത് കേട്ട് നിൽക്കുകയും അതിൽ മുഴുകിയിരിക്കുന്നതും കാണാം. എത്ര വളരെ ബഹുമാനത്തോടെയാണ് മമ്മൂക്ക ആ വേദിയിൽ നിൽക്കുന്നതെന്ന് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നു. കാരണം ഒരു മരണ വീട്ടിൽ വന്നപ്പോൾ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന് മമ്മൂക്കയ്ക്ക് നന്നായി അറിയാം. അതും ഒരു ആചാരത്തിൽ പങ്കെടുക്കുമ്പോൾ എങ്ങനെ നിൽക്കണമോ അതുപോലെ തന്നെയാണ് മമ്മൂട്ടി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ നിരവധി പേരാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ ആ ലളിത സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കുന്നതും. അവസാനം അവരുടെ ആചാരങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് മമ്മൂക്ക. അതെല്ലാം കണ്ടു നോക്കി നിൽക്കുകയാണ്. വിങ്ങിപ്പൊട്ടുന്ന ആശയ്ക്ക് പിന്നിൽ പ്രാർത്ഥനാ ഗാനത്തിൽ മുഴുകിയിരിക്കുന്ന മമ്മൂക്കയുടെയിലേക്കാണ് എല്ലാവരും നോക്കുന്നത്. മമ്മൂക്കയുടെ തൊട്ട് മുന്നിൽ തന്നെ മനോജിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ ആശയുണ്ട്. നടൻ ഓടിയെത്തിയത് അവസാന നിമിഷമാണെങ്കിലും മനോജിനെ കണ്ട് സംസാരിച്ചിട്ട് ശേഷമാണ് അവിടെ നിന്ന് മടങ്ങിയത്. മറ്റ് വലിയ താരങ്ങളൊന്നും എത്തിയിട്ടില്ല എന്ന് പറയുന്നു. അമൽനീരദ് അടക്കമുള്ള താരങ്ങളൊക്കെ മലയാള സിനിമയിൽ നിന്ന് ഇദ്ദേഹത്തിനെ അവസാന നോക്ക് കാണാനായി എത്തിയിരുന്നു. എന്നാൽ വലിയ താരങ്ങൾ എടുത്തു നോക്കിയാൽ മമ്മൂക്ക മാത്രമാണ് എത്തിയതെന്നും പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട്. മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന ഭൗതിക ശരീരം ബുധനാഴ്ച, അതായത് ഇന്ന് രാവിലെ 8 തൃപ്പൂണിത്തുറയിലെ വസതിയിലെത്തിച്ചു. ഇന്ന് വൈകിട്ട് 3-നും 5-നും ഇടയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പൊതുദർശനത്തിന് ശേഷമുള്ള ശ്മശാനത്തിലെ ഔദ്യോഗിക ബഹുമതികളോടുള്ള സംസ്കാരം. അദ്ദേഹത്തിന് യാത്ര അൽപ്പിക്കാൻ ഒരു നാട് മുഴുവൻ എത്തി. മലയാള സിനിമാ ലോകത്തിനൊരു അതുല്യ കലാകാരൻ തന്നെയായിരുന്നു അദ്ദേഹം. ഒരിക്കലും പകരം വയ്ക്കാനില്ലാത്ത കലാകാരൻ എന്ന് പറയാം. സംഗീത ലോകത്ത് തൻ്റെതായ സ്വരമുദ്ര പതിപ്പിച്ച ജയൻ മലയാളത്തിലും തമിഴിലും 30-ലധികം സിനിമകളിൽ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തി ഗാനങ്ങൾക്കും സംഗീതം നൽകി. ജയവിജയന്മാർ ആലപിച്ച ശ്രീകോവിൽ നട തുറന്നു എന്ന ഗാനം ഒരിക്കൽ പോലും പാടാത്തതോ അറിയാത്തതായോ മലയാളികൾ വേറെ ഉണ്ടാകില്ല. ഭക്തിയും സംഗീതവും ഒന്നാണെന്ന് തെളിയിച്ചാണ് ഈ സഹോദരങ്ങൾ ശ്രോതാക്കളുടെ മനസ്സിൽ ഇടം നേടിയത്. തിരുവാഭരണ ഘോഷയാത്രയിൽ ശബരിമല സന്നിധാനത്തെത്തുമ്പോൾ തുടർച്ചയായി 30 വർഷം ജയവിജയന്മാർ ഒരുമിച്ചും വിജയന്റെ മരണത്തിന് ശേഷം 12 വർഷം ജയൻ തനിച്ചുമായിരുന്നു കച്ചേരി നടത്തിക്കൊണ്ടിരുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.